ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ് അതുപോലെ തന്നെ യൂറോ യൂഎസ്ഡി നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിലേക്കാണോ അതോ സെല്ലിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ലെവൽസ് എല്ലാത്തിലേയും നോക്കുകയാണെങ്കിൽ യൂറോ യൂഎസ്ഡിയിൽ മോർണിംഗ് വീഡിയോ ചെയ്ത ടൈമിലായിരുന്നു ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നേ. അത് കറക്റ്റായിട്ട് തന്നെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോൾഡിൽ നോക്കുകയാണെങ്കിലും എന്താണ് മേജർ ട്രെൻഡ് സെല്ല് തന്നെയായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിങ് സോണ് അതിലേക്ക് വന്നതിന് ശേഷം നല്ല എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇന്നത്തെ സാധ്യതകളും കൂടെ നോക്കാം. ഫസ്റ്റ് എപ്പോഴത്തെ പോലെ തന്നെ എന്താണ് ഗോൾഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിലും ഗോൾഡിലെ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് തന്നെയാണ്. ഓക്കെ അല്ലേ. ലാസ്റ്റ് ദിവസം ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ് ഇതൊരു പുതിയൊരു ട്രെൻഡായിട്ട് മാറി. മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് തന്നെയാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ ഇനി എന്താണ് നമ്മൾ സെല്ലിലേക്ക് തന്നെ ആയിരിക്കും നോക്കുന്നത്. ഇവിടുത്തെ സെല്ലിലേക്കുള്ള സാധ്യതകൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താണ് ഏറ്റവും ലോയിലൊരു ഇൻഡ്യൂസ്മെൻറ്റ്. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോയിലൊരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്താണ് നിൽക്കുന്നത്. ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സെല്ലിംഗ് സോണിലും ടച്ച് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ശേഷമുള്ളൊരു സാധ്യത എന്ന് പറയുമ്പോൾ ഗോൾഡിൽ എന്താണ് ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇനി ഹൈന് ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ ഈ ലോയിനൊന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിലും നമുക്ക് സെല്ലിലേക്ക് ഒരു എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതൊരു ഫസ്റ്റത്തെ ഒരു എൻട്രിക്കുള്ള സാധ്യതയാണ് കേട്ടോ. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ലോയിലുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ മേജർ ലോ വരെയൊക്കെ നമുക്ക് നോക്കുന്നതിനും കുഴപ്പമില്ല. ഇതിപ്പോഴത്തെ ഫസ്റ്റത്തെ മേജർ ട്രെൻഡ് അനുസരിച്ച് ഫസ്റ്റത്തെ ഒരു എൻട്രിക്കുള്ള സാധ്യതയാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് എൻട്രിയോ കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു എൻട്രി ഇവിടെ നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളിൽ തന്നെയായിട്ടൊരു സെല്ലിംഗ് സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം 1 മിനിറ്റിലെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അതുപോലെ തന്നെ മാർക്കറ്റ് എന്താണ് ഈ ഒരു പ്രൈസിന് മുകളിലോട്ട് വന്നതിന് ശേഷം 50 മിനിറ്റിൽ മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എന്താണ് നമുക്ക് എൻട്രി നോക്കുന്നതിനും കുഴപ്പമില്ല. പിന്നീട് ട്രെൻഡ് കൺഫേം ആവുകയാണെങ്കിൽ വീണ്ടും സെല്ലിലേക്ക് തന്നെ നോക്കി പോവാം കേട്ടോ. ഇവിടെ മൊത്തത്തിൽ സെല്ലിലാണ് ഈ ഒരു ട്രെൻഡിന് സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് സെല്ലിലേക്ക് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി മാർക്കറ്റ് ഇതിന് ശേഷം എന്താണ് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു ട്രെൻഡായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ട്രെൻഡിൽ വരുന്ന ലിക്വിഡിറ്റിയിൽ ഓർഡർ ബ്ലോക്ക് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിലും കൺഫർമേഷൻ നോക്കി പിന്നെ സെല്ലിലേക്ക് തന്നെ നോക്കി പോവാം. ഈ സാധ്യതകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. തൊട്ട് മുകളിലെ സെൽ സോണും കൂടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി സെൽ സോണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി ഇതിന് മുകളിലോട്ടൊക്കെ വന്നതിന് ശേഷം 50 മിനിറ്റ് തന്നെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അതിലും നമുക്ക് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിൽ ഇനി ബൈ എൻട്രിക്കൊന്നും സാധ്യതകളില്ല. ഓവറോൾ സെല്ലിലേക്കാണ് സാധ്യതകൾ കൂടുതൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയും സാധ്യതയാണ് ഈ സെല്ലിംഗ് സോൺ നോക്കാം. ഒരു 1 ഡയറക്ഷൻ പുഷൊക്കെ ആണെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷമുള്ള കൺഫർമേഷൻ എൻട്രി നമുക്ക് നോക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ യൂറോ യൂഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ യൂറോ യൂഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ അത്യാവശ്യം നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്ത ടൈമിലായിരുന്നു ഇതിലും ട്രേഡ് ഉണ്ടായിരുന്നത്. പിന്നെ നൈറ്റ് നോക്കുകയാണെങ്കിൽ മറ്റൊരു ചെറിയൊരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് എസിലും വന്നിട്ടുണ്ട്. പിന്നെ പ്രീമിയത്തിൽ സെൽസ് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം ഒരു 1 ഡയറക്ഷൻ പുഷാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയൊരു സെല്ല് നോക്കാനായിട്ട് പറ്റുമായിരുന്നു മൈനർ ചോദിച്ചു കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിലായിരിക്കും. മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ലെവൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സെല്ലിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്ന് ലോയിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ സെല്ലിലേക്കുള്ളൊരു ട്രെൻഡ് തന്നെയാണ് വീണ്ടും ഇവിടെ വന്നത്. മൈനർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ വീണ്ടും സെല്ലിലേക്ക് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും ട്രെൻഡ് റിവേഴ്സിൽ നമുക്ക് സാധ്യതകൾ വരണമെങ്കിൽ ഏതെങ്കിലും 50 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റ് വീണ്ടും ബൈയിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ സെല്ലിൻ്റെ സാധ്യതകൾ ഇനി കണക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഏതിലാണ് ഇവിടെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ തൊട്ട് മുകളിലൊരു ഇൻഡ്യൂസ്മെൻറ്റും എടുത്താണ് നിൽക്കുന്നത് അല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു ഈക്വൽ ഹൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു എൻട്രി നോക്കാമായിരുന്നു കേട്ടോ. ഈ ഒരു ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഒരു എൻട്രി നോക്കാം. ഇതല്ലാന്നാണെങ്കിൽ ഇവിടുന്ന് കൺഫർമേഷൻ ഒന്നും ഇല്ലാന്നാണെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ലിംഗ് സോണ് കാര്യങ്ങളൊക്കെ ഇതിനും സെല്ലിലേക്ക് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇവിടുത്തെ മൈനർ ട്രെൻഡ് സെല്ലിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ കൂടുതലും സെല്ലിലേക്ക് മാർക്കറ്റ് പോകാനാണ് സാധ്യതകൾ വരുന്നത്. ഇപ്പോൾ ഇതിലേക്കുള്ള സെല്ലിലേക്കുള്ള ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത് അല്ലേ. ഇത് മിറ്റിഗേറ്റ് ആവാത്ത ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാനായിട്ട് പറ്റും.
ബൈയിങ് സോണല്ല, സെല്ലിങ് സോൺ കേട്ടോ. ഈ ഫസ്റ്റത്തെ ഈ ഒരു സെല്ലിങ് സോണിലേക്ക് ഇതിന് ശേഷം മാർക്കറ്റ് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ യൂറോ യൂഎസ്ഡിയിലൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം മേജർ ട്രെൻഡ് ഇപ്പോഴും സെല്ലിലേക്ക് തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ സെൽ സോണിലേക്ക് വന്നതിന് ശേഷവും നോക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്നൊക്കെ 50 മിനിറ്റിൽ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് കൺഫർമേഷൻ നോക്കേണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഗോൾഡ് പോലെ തന്നെയാണ് യൂറോ യൂഎസ്ഡിയിലെയും ട്രെൻഡ് നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് സാധ്യതകൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് തന്നെ എൻട്രീസ് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഫസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റിൽ കൺഫർമേഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ട് കേട്ടോ. യൂറോ യൂഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എൻട്രി മോർണിംഗിന് ഏകദേശം കഴിഞ്ഞ് പോയിട്ടുണ്ടല്ലേ. തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെ കഴിഞ്ഞ് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല അവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും എൻട്രി കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്നൊരു സെൽ എൻട്രി നോക്കാമായിരുന്നു കേട്ടോ. അത് ഏകദേശം ഇവിടെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതിന് മുകളിൽ തന്നെ കൊടുക്കാമായിരുന്നു. ആ എൻട്രി ഏകദേശം ഇവിടെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ രണ്ട് സാധ്യതകളാണ് യൂറോ യൂഎസ്ഡിയിൽ വരുന്നത് കേട്ടോ. ഇവിടെ നിന്നൊരു എൻട്രിക്ക് സാധ്യത ഉണ്ടായിരുന്നു. ഇത് കിട്ടിയില്ല എന്നതിന് കുഴപ്പമില്ല. നമുക്ക് അടുത്ത സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷവും ഒരു ട്രേഡ് നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും സാധ്യതകളാണ് യൂറോ യൂഎസ്ഡിയിൽ വരുന്നത്. ഇതിന് ശേഷം പ്രൈസൊക്കെ മുകളിലോട്ട് വരുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഈ സെൽ സോണിൽ നിന്നോ അല്ലെങ്കിൽ ഈ സെല്ലിംഗ് സോണിൽ നിന്ന് നമുക്ക് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഇനി അതുപോലെ തന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും നമ്മൾ ഇന്നലെ പറഞ്ഞു വരുന്ന ലിക്വിഡിറ്റി തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് അല്ലേ. അത്യാവശ്യം ഒരു സെല്ല് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഈ ഒരു ഹൈ ആണ് നല്ലൊരു ലിക്വിഡിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. മാർക്കറ്റ് ഇതിന് ശേഷം ഈ ഒരു ഹൈയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു എൻട്രിക്ക് സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് ബൈയിലേക്ക് മാർക്ക് ചെയ്യാനായിട്ട് അത്രത്തോളം നല്ല ലിക്വിഡിറ്റി കാര്യങ്ങൾ എപ്പോഴും ഇല്ല കേട്ടോ. സെല്ലിലേക്കുള്ളൊരു നല്ല ലിക്വിഡിറ്റിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് സെയിം ഡേയിൽ 5 മിനിറ്റ് ലിക്വിഡിറ്റിക്ക് അനുസരിച്ചും ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സാധ്യതകളാണ് മെയിനായിട്ട് ഇന്നത്തെ ദിവസം വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.